മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ തുടർച്ചയായ രണ്ടാം ദിവസവും CBI ചോദ്യം ചെയ്തു. അതിനിടെ ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെതിരെയും പ്രതിഷേധം ശക്തമായി. ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ 42 സർക്കാർ ഡോക്ടർമാരുടെ സ്ഥലംമാറ്റം ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കുന്നതായി ബംഗാൾ സർക്കാർ അറിയിച്ചു. കൊൽക്കത്തയിൽ ശനിയാഴ്ച രാത്രി വൈകി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സമരം തുടരുകയായിരുന്നു. റോഡ് തടഞ്ഞുള്ള ഉപരോധം നഗരത്തെ ഗതാഗത കുരുക്കിലാക്കി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യമാകെ കടുത്ത പ്രതിഷേധം തുടരുകയാണ്. ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഞായറാഴ്ച രാവിലെ 6 മണിവരെ തുടർന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആശുപത്രികളിലെ ഡോക്ടർമാർ പണിമുടക്കിൽ പങ്കാളികളായി. IMAയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലും ദീപം കൊളുത്തി പ്രകടനം നടന്നു. സ്വകാര്യ മെഡിക്കൽ കോളേജുകളും പണിമുടക്കിൽ പങ്കെടുത്തു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനിതകളുടെ സുരക്ഷയ്ക്കായി ജോലി സമയം പുനഃക്രമീകരിക്കുന്നതുൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ബംഗാൾ സർക്കാർ പുറപ്പെടുവിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെ വനിതകളുടെ ജോലി സമയം 12 മണിക്കൂറായി കുറയ്ക്കും. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വനിതാ വോളണ്ടിയർമാരെ നിയമിക്കും. സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങി രാത്രി ഷിഫ്റ്റിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലായിടത്തും വനിതകൾക്കായി ശുചിമുറി അടക്കമുള്ള വിശ്രമമുറികൾ ഉറപ്പാക്കും. CCTV സൗകര്യം ഏർപ്പെടുത്തും. പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുത്തി സ്ത്രീ സുരക്ഷയ്ക്കുള്ള പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരും. തുടങ്ങിയ നടപടികളാണ് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് സഹായത്തിനായി 100, 112 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളും സർക്കാർ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയും ബ്രത്ത് അനലൈസറും ഉറപ്പാക്കുമെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട IMA പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെയുള്ള അക്രമങ്ങൾ തടയാൻ ശക്തമായ നയം കൊണ്ടുവരിക, വിമാനത്താവളത്തിന് സമാനമായി ആശുപത്രികളിലെ സേഫ് സോണായി പ്രഖ്യാപിച്ച സുരക്ഷ ശക്തമാക്കുക, റെസിഡന്റ് ഡോക്ടർമാരുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക, കൊൽക്കത്ത കേസിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ നൽകുക, കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലും IMA ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഡോക്ടർ അതിനു മുൻപ് 36 മണിക്കൂർ ജോലി ചെയ്തിരുന്നെന്നും എന്നിട്ടും വിശ്രമിക്കാനോ സുരക്ഷിതമായിരിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് റെസിഡന്റ് ഡോക്ടർമാരുടെ തൊഴിൽ സാഹചര്യത്തെ വ്യക്തമാക്കുന്നുണ്ടെന്നും IMA കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.